വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നും നമ്മൾ പഠിക്കാറുള്ളത് പോലെ ഇന്ന് നമ്മൾ 10 കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. നോക്കൂ, സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഇനോഗ്രേഷൻ നടത്തിയത് എവിടെ? സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തിയത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. എവിടെയാ? തിരുവനന്തപുരത്ത്. ഇനി ആദിവാസി മേഖലയിലെ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരുതൽ എന്ന പേരിൽ പരാതി പരിഹാര സമ്പർക്ക പദ്ധതി ആരംഭിച്ചത് എവിടെ? പാലക്കാട്. ഒന്നും കൂടെ പറയാം. ആദിവാസി മേഖലയിലെ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരുതൽ എന്ന പേരിൽ, എന്താണ്? കരുതൽ എന്ന പേരിൽ പരാതി പരിഹാര സമ്പർക്ക പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിന് കമ്മീഷൻ ചെയർമാന്റെ പേരാണ് എ ഷാജഹാൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷന്റെ ചെയർമാനാണ് എ ഷാജഹാൻ. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് ആര്? പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ആരാ നേടിയേ? KR മീര. നെക്സ്റ്റ് വൺ, 2024 ജൂൺ മാസത്തിൽ ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനോഗ്രേഷൻ നടത്തിയ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവരണ ശേഖരണം ലക്ഷ്യമിട്ട പോർട്ടലിന്റെ പേരെന്ത്? ലോക കേരളം. ഒന്നും കൂടെ കേൾക്കൂ. 2024 ജൂൺ മാസത്തിൽ ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനോഗ്രേറ്റ് ചെയ്ത ലോകമെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ലക്ഷ്യമിട്ട പോർട്ടലിന്റെ പേരാണ് ലോക കേരളം. അടുത്ത നോക്കൂ, 2024 ഏപ്രിൽ 7, അതായത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് എന്നുള്ളത്. എന്താണ് തീം? എന്റെ ആരോഗ്യം എന്റെ എന്താ പറയണത്? അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം കേട്ടോ. ഈ ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും രണ്ടിന്റെയും തീം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് LDC ആയിക്കോട്ടെ, ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ ഒക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, 2024 ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം എന്താ? മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം. അടുത്ത നോക്കൂ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം അല്ലെ. അതിന്റെ പ്രമേയം എന്താ? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുവൽക്കരണം, വളർച്ചാ പ്രതിരോധം. ഏതൊക്കെയാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുവൽക്കരണം, വളർച്ചാ പ്രതിരോധം. ഇതാണ് അതിന്റെ തീം. അടുത്തത്, കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായി ആരംഭിച്ച പദ്ധതിയുടെ പേര് ബ്ലോസം. പദ്ധതികൾ എപ്പോഴും ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങളോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പദ്ധതികൾ 2-3 വരെ പരീക്ഷകളിൽ ഇപ്പൊ ആവർത്തിക്കണ ഒരു രീതി കാണാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബ്ലോസം. അടുത്തത്, മീനിലെ മായം. മീൻ ഇപ്പൊ നമുക്കറിയാലോ, ഒക്കെ അമോണിയ ഇട്ടിട്ടുള്ള മീനാന്ന് പറഞ്ഞ് എന്നും നമ്മള് പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ മത്സ്യ. എന്താണ്? ഓപ്പറേഷൻ മത്സ്യ. അടുത്തത്, അംഗനവാടികളുടെ ശിശു സൗഹൃദ വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചായം. അംഗൻവാടികളുടെ ശിശു സൗഹൃദ വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചായം. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കൂ, സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഇനോഗ്രേഷൻ നടന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ആദിവാസി മേഖലയിലെ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരുതൽ എന്ന പേരിൽ പരാതി പരിഹാര സമ്പർക്ക പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പാലക്കാട്. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷന്റെ ചെയർമാന്റെ പേരാണ് എ ഷാജഹാൻ.
നെക്സ്റ്റ് വൺ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് KR മീര. 2024 ജൂണിൽ ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ലോകമെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവര ശേഖരണത്തിന് ലക്ഷ്യമിട്ട പോർട്ടലിന്റെ പേരാണ് ലോക കേരളം. അടുത്തത് ലോകാരോഗ്യ ദിനം. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്, എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ഭൂമി പുനഃസ്ഥാപിക്കുക, മരുവൽക്കരണം, വളർച്ച, പ്രതിരോധം. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബ്ലോസം. അടുത്തത് നീലിന്റെ മായം തിരിച്ചറിയാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ മത്സ്യ. നെക്സ്റ്റ് വൺ അംഗൻവാടികളുടെ ശിശു സൗഹൃദ വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചായം. പിന്നെ നമ്മൾ 10 കറണ്ട് അഫയേഴ്സ് പഠിച്ചു. അപ്പോൾ ഇതുപോലെ ഇനി വരും ദിവസങ്ങളിലും പഠിക്കും. അപ്പോൾ കൃത്യമായിട്ട് എഴുതി വെക്കുക, വായിച്ചു നോക്കുക, ഭംഗിയായിട്ട് മനഃപ്പാഠമാക്കാനായിട്ട് ശ്രമിക്കുക. 20 മാർക്കാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.